ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് ഒരു മൊഞ്ച് കൂട്ടാൻ ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൽ എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കാബേജ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വലിയുള്ളി. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മിക്സ്ഡ് തോരൻ റെഡിയാക്കുന്നത്. ഇതിൽ ടേസ്റ്റ് കണ്ടാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാളയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടോ. കാരണം ആ സവാള ഒന്ന് വയന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചിട്ടാൽ പിന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് സ്റ്റിക്കി ആയിക്കാണ്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം സവാള ഇട്ടൊന്ന് വഴറ്റി ഒന്ന് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് മറ്റുള്ള വെജിറ്റബിൾസിലേറെ കുറച്ച് വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ആദ്യം ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ മതി. അതായത് ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാകുന്ന സമയത്ത് മറ്റുള്ള വെജിറ്റബിൾസ് നമുക്ക് മൊത്തത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ കേബേജ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റതൊക്കെ ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒക്കെ 1/2 കപ്പ് ലെവലിലാണ് എടുത്തിട്ടുള്ളത്. കേബേജ് മാത്രം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓരോന്നിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് അത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ കേബേജ് ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് താളിപ്പോകില്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ പച്ചമുളക് ഇട്ട് കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് മാറ്റാൻ എളുപ്പമാണ്. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. കാരണം ഇതിൽ ഓവർ വേവുള്ള പച്ചക്കറികളൊന്നുമില്ല. കാരണം ആദ്യം നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കുറച്ച് സമയം പൊട്ടാറ്റോ വേവിച്ചതിന് ശേഷമാണ് കാബേജും ക്യാരറ്റും ബീൻസും അതുപോലെ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുത്തത്. അതൊക്കെ വേവ് കുറവുള്ള പച്ചക്കറിയാണ്. ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ അതുപോലെ തന്നെ ജീരകം പൊടിച്ചതുണ്ട്, ചെറിയ ജീരകത്തിൻ്റെ പൗഡർ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ജീരകം പൊടിച്ചതില്ലെങ്കിൽ ജീരകവും തേങ്ങയും കൂടി ഒന്ന് മിക്സിയിട്ട് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് തേങ്ങയുടെ കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുതോരൻ റെഡി ആയിട്ടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന അടിപൊളി തോരനാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. സദ്യ നല്ല മൊഞ്ച് കൂടുകയും ചെയ്യും കേട്ടോ ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ.